അതുകൊണ്ട് തന്നെ ഈ രണ്ടും പോയിസൺ ആണ്. ഈ രണ്ടുമുള്ളവരുടെ അടുത്തേക്ക് ഒരിക്കലും പൈസ ഫ്രണ്ട് ആകാൻ വരില്ല. കേൾക്കുന്നത് ഇത് ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. അതായത് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആകുന്ന ആൾക്കാരുണ്ടല്ലോ, ഹൈലി സക്സസ് ആകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ച് സക്സസ് ആകുന്ന ആൾക്കാരെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നെപ്പോളിയൻ ഹിൽ എന്നൊക്കെ പറയും. ഓക്കെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നൊക്കെ പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ആളുടെ പണി എന്ന് പറഞ്ഞാൽ സക്സസ് ആകുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുടെ മാനറിസം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവർ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പറയുന്നത് പോലെ ഹാർഡ് വർക്ക് ചെയ്തു കഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നുമല്ല. അവര് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് ഒരാളെ ഞാൻ കണ്ടു, അയാൾ എന്നെ വേറൊരാളെ പരിചയപ്പെടുത്തി, അയാളെ പരിചയപ്പെട്ടതാണ് എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെയാണ് അവർ പറയാ. ഇനി മുതൽ ശ്രദ്ധിച്ചോ, കേൾക്കുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തു എന്നൊന്നുമല്ല പറയാ. ഓൾറൈറ്റ്, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കോ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്തു എന്നാ പറയാ. ബ്രെയിൻ ഒരു കോ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യും. അയാൾ ഇവരെയും തമ്മിൽ ഒരു പോയിന്റിൽ അങ്ങ് മുട്ടിക്കും. നിന്നെ പറ്റി ഇപ്പൊ തന്നെ വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ആ പോയിന്റ് ഉണ്ടല്ലോ അത് ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോ ഇൻസിഡൻസ്. നമ്മൾ അതിനെ ലക്ക് എന്നൊക്കെ പറയും. ആ ലക്ക് എന്ന് പറയുന്ന കോ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലെ ന്യൂറോ സയൻസ് പ്രകാരം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ന്യൂറോ സയൻസ്. അതുകൊണ്ടും കൂടിയാണ് പറയുന്നത്, ഞാൻ റിസർച്ച് ചെയ്യുന്ന സബ്ജക്റ്റും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു എവിഡൻസ് സീക്കിംഗ് മെക്കാനിസം ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോയിൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ട് നമ്മുടെ തലയിൽ വേണം. ദാറ്റ് ഈസ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ സാധനം ഉള്ളവർക്കാണ് ലക്ക് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ആവുന്നത്. വെറുതെ അല്ല അത് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ പണം നമ്മളിലേക്ക് വരുള്ളൂ. അല്ലാതെ വെറുതെ കിടന്ന് നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയോ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ലല്ലോ. ചില ആൾക്കാർ കിട്ടും, അതാ അവന്റെ ഭാഗ്യം എന്ന് പറയുന്ന ആ ഭാഗ്യത്തിന്റെ എലമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. കേൾക്കുന്നുണ്ടോ? എവിടെയും കാണാത്ത എഫർട്ട് മീൻസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനമാണ് ലെക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെയും കൂടി അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് നമ്മളുടെ ബ്രെയിനിന്റെ ഉള്ളിലും ആത്മാവിലും ബ്ലഡിലും കയറണം. അതെന്താണ് ആ ക്വാളിറ്റി എന്ന് നമുക്ക് പഠിക്കണം. അത് വന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും തലമുറകളായിട്ട് 16 തലമുറകളുടെ ക്യാരക്ടർ നമ്മളുടെ ഇൻബിൽറ്റ് ആണ്. നമ്മൾ പറയില്ലേ, ഒരാൾ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ ആ ജീവന്റെ ഒരു തുടിപ്പ് അതിൽ വരുമ്പോ 16 തലമുറയുടെ ക്യാരക്ടർ അതിന്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആണ്. കുട്ടി ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പ്രായത്തില് ഈ സമയത്ത് കഴിക്കേണ്ട സംഗതി ഭക്ഷണം ഒന്നല്ല കഴിക്കുന്നത്. ഉണക്കച്ചെമ്മീൻ എന്നൊക്കെ പറയുന്ന സാധനല്ലേ, മറ്റേ ഉപ്പിട്ട സാധനം, അതൊക്കെയാണ് കുട്ടിയുടെ ഫേവറേറ്റ്. കാരണം പറയണത് എന്താ വെച്ചാൽ അപ്പൊ അവിടെ പ്രായമായിട്ടുള്ള ഒരാൾ പറയാണ് ഇത് മുത്തശ്ശന്റെ സെയിം ക്യാരക്ടറാണ്. കേൾക്കുന്നുണ്ടോ? കാരണം ജെനറ്റിക്സ് ആണ്. ഓക്കെ, 16 തലമുറയുടെ ക്യാരക്ടർ അതിന്റെ ഉള്ളിലുള്ള. അങ്ങനെ 16 തലമുറകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പണം കഷ്ടപ്പെട്ട് ചോര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കഴിക്കുന്നവരല്ല എങ്കിൽ ഫിയർ ഫാക്ടർ. ഓക്കെ, പൈസ എറിഞ്ഞു നേടുകയാണെങ്കിൽ ഗ്രീഡ് ഫാക്ടർ. ഈ രണ്ട് സാധനമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ടും പോയിസൺ ആണ്. ഈ രണ്ടുമുള്ളവരുടെ അടുത്തേക്ക് ഒരിക്കലും പൈസ ഫ്രണ്ട് ആകാൻ വരില്ല. കേൾക്കുന്നത് ഇത് ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. അതിൽ നമുക്കൊരു മൈൻഡ് തെറാപ്പി ചെയ്താൽ അത് ഉള്ളിൽ നിന്ന് പോവും. ലൈഫും ശരിയാകും, വെൽത്തും ഒരു യോഗം വരും. എന്നിട്ട് മാത്രമേ വെൽത്തിന്റെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. മണ്ണ് ശരിയാക്കാതെ വെറുതെ വിത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. നമ്മൾ പോകുന്ന സ്ഥലം എവിടെ നിന്നാണ്? പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യോഗം കൂടെ വേണം. അത് തലയിലായിരിക്കുന്നത്, മൈൻഡിലായിരിക്കുന്നത് കേട്ടോ. ഫൈൻ, ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ.